ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. കടലത്തോരൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടല 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കടല നല്ല രീതിയിൽ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. എനിക്ക് കുക്കറിൻ്റെ പാകത്തിനനുസരിച്ചാവും മിക്കവാറും വിസിൽ വരിക. ഒരു 5 വിസിലോടെ എൻ്റേത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതായിട്ട് അതിലേക്ക് വേണ്ടത് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളിയുമാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തൊലി കളഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അതൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഒരു അരമുറി തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതൊക്കെ കറക്റ്റ് കിട്ടേണ്ടത്. കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല ഒരുവിധം വെന്ത് വരുന്നുണ്ട്. വിസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 വിസിൽ വന്നാൽ ഏകദേശം കടല വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഒരു കടല വേവുന്നൊരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങും. അപ്പോൾ വിസിലൊക്കെ വന്ന് കടല ഏകദേശം കുത്തായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം കടല നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ കടല നല്ല രീതിയിൽ തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ഓവറായിട്ട് മൂത്ത് കിട്ടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ചെറിയ തീയിലിട്ടൊന്ന് ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഉള്ളി ഇവിടെ നല്ല വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മുളക് പൊടിയുടെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ കടലയിൽ വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് വേവിക്കുക. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ. അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. നിങ്ങൾ പാകത്തിന് ഉപ്പ് നോക്കിയ ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. 10 മിനിറ്റിന് ശേഷം ഇത് നല്ല വൃത്തിക്ക് തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക.
ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത തേങ്ങ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കറക്റ്റ് ഇതിൽ തന്നെ കിട്ടണം, വെള്ളമൊന്നും കൂടി പോകാൻ പാടില്ല. അപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നല്ല കറക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ കടലത്തോര റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.